കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സംഭവം, ആ സംഭവത്തിലേക്ക് വീണ്ടും പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. KSRTC ബസ്സിലെ മിന്നൽ പരിശോധനയ്ക്കിടെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെ ചൊടിപ്പിച്ച സംഭവം. അങ്ങനെ ഗണേഷ് കുമാറിനെ ചൊടിപ്പിക്കാൻ കാരണമായത് ബസ്സിന്റെ മുൻഭാഗത്ത് അലക്ഷ്യമായിട്ട പ്ലാസ്റ്റിക് കുപ്പികളാണ്. ഇതിനെ ചൊല്ലി ജീവനക്കാരുടെ നടു റോഡിൽ തട്ടിക്കയറിയ മന്ത്രിയെ പിന്തുണച്ചും തള്ളിയുമൊക്കെ വിവാദം ഇപ്പോഴും കൊഴുക്കുന്നുണ്ട്. ജീവനക്കാർക്ക് ബസ്സുകളിൽ ആവശ്യമായ സൗകര്യങ്ങളുണ്ടോ എന്ന മറുചോദ്യം കൂടി വളരെ പ്രസക്തമാണ്. 24 വാർത്താ സംഘത്തിന്റെ അന്വേഷണത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. KSRTC ബസിന്റെ മുൻഭാഗത്ത് പ്ലാസ്റ്റിക് കാലിക്കുപ്പികൾ വെച്ചതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. എന്നാൽ ഇത്തരം ബസ്സുകളിൽ കുപ്പിവെള്ളം വെക്കുന്നതിനുള്ള സൗകര്യമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഞങ്ങൾ. കൊല്ലം ഡിപ്പോയിൽ വന്നു പോകുന്ന സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലായിരുന്നു ഞങ്ങളുടെ ആദ്യ പരിശോധന. ഒട്ടുമിക്ക ബസ്സുകളിലും കുടിവെള്ളം വയ്ക്കാൻ പ്രത്യേക ക്രമീകരണം. ഇതിനകത്തുണ്ട്. ഇത് ഇൻഡസ്ട്രിയേറ്റ് വണ്ടിയാണ്. ഇതിനകത്ത് എല്ലാ സൗകര്യങ്ങളുണ്ട്. ജാക്കിയുണ്ട്, സ്റ്റെപ്പിനിയുണ്ട്, വീൽസ് എല്ലാം ഉണ്ട്. സ്വിഫ്റ്റ് ബസ്സുകളിൽ ക്യാമറയും ചാർജിംഗ് പോയിന്റും മറ്റ് സൗകര്യങ്ങളും. ബസ്സിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വെള്ളം വെക്കാനുള്ളതുണ്ട്, പിന്നെ ചാർജിംഗ് പോർട്ട് ഉണ്ട്, ക്യാമറ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വേസ്റ്റ് ബിൻ ഉൾപ്പെടെ ഉണ്ട്. നമ്മുടെ ലോക്കൽ സർവീസ് നടത്തുന്ന ബസ്സുകളും പരിശോധിച്ചു. ഇതിലുമുണ്ട് കുടിവെള്ളം വെക്കാനുള്ള സൗകര്യം. എന്നാൽ ദീർഘദൂര സർവീസ് നടത്തുന്ന വാഹനങ്ങളിൽ ഒരു കുപ്പി വെള്ളം ഒന്നിനും തികയില്ലെന്ന ജീവനക്കാർ. ഡിപ്പോകളിലെ പരിമിതി മൂലം പലരും ഭക്ഷണം കഴിക്കുന്നത് വാഹനത്തിലിരുന്ന് തന്നെ. അതിനാൽ ശേഖരിച്ചു വെക്കുന്ന വെള്ളം തികയാതെ വരാറുണ്ട്. ഒന്നിലധികം കുപ്പികളിൽ ശേഖരിക്കുന്ന വെള്ളമാണ് അപൂർവം ചിലർ ബസിന്റെ മുൻഭാഗത്തായി സൂക്ഷിക്കുന്നത്. യാത്രക്കാർക്ക് പെട്ടെന്നൊരാവശ്യം വന്നാലും ഇതാണ് ഉപയോഗിക്കാറ്. കുടിക്കാൻ മാത്രമല്ല, മറ്റാവശ്യങ്ങൾക്കായി കരുതുന്ന വെള്ളവുമുണ്ട്. ഗ്ലാസ് കഴുകാൻ വേണ്ടി മാത്രമാണ്. ഈ മഴ പെയ്യുന്നുണ്ട്, മഞ്ഞ് കയറി ഈ ആവി കയറി മൂടും. അപ്പോൾ ഈ ഗ്ലാസ് ഈ വെള്ളം ഒഴിക്കാമെങ്കിൽ നമുക്ക് കണ്ണ് കാണും. അതിനുവേണ്ടിയാണ് 2 കുപ്പി വെള്ളം വെക്കുന്നത്. ഡ്രൈവർ സീറ്റിനടുത്ത് മാത്രമല്ല, കണ്ടക്ടറുടെ ഇരിപ്പിടത്തിന് സമീപവും കുടിവെള്ളം സൂക്ഷിക്കാൻ സൗകര്യമുണ്ട്. മുന്നിലും പിന്നിലും സീറ്റുകൾക്കിടയിലായുള്ള പെട്ടിയിലും വെള്ളവും ജീവനക്കാരുടെ സാധനങ്ങളും സൂക്ഷിക്കാം. ദീർഘദൂര ബസ്സുകളിൽ മാത്രമല്ല, ലോക്കൽ ബസ്സുകളിലും ഇത്തരം സൗകര്യങ്ങളൊക്കെയുണ്ട്. വെയിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടാവില്ലേ, അന്നേരം നമ്മൾ വെള്ളത്തിന് നടക്കാക്കിയത് അത് പിന്നെ ഇതിനകത്ത് പെട്ടിയിലങ്ങ് വെച്ചേക്കും. പിന്നെ വൈകിട്ട് കുപ്പി അവിടെ നിന്ന് എടുത്ത് കളയും. ഉണ്ട്, നിലവിലെല്ലാ വണ്ടികളും ഉണ്ട്. പിന്നെ ചില വണ്ടികളിൽ അത് ഒടിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുള്ളതാണ്. തുരുമ്പെടുത്തൊക്കെ പോകും. മുഴുവൻ ബസ്സുകളിലും KSRTC വേസ്റ്റ് ബിൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചെങ്കിലും പൂർണ്ണതോതിൽ നടപ്പിലായിട്ടില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും പല ബസ്സുകളും വൃത്തിയുടെ കാര്യത്തിൽ പിന്നിൽ തന്നെ. ശുചീകരണ തൊഴിലാളികൾ പലയിടത്തുമില്ല. ക്ലീനിംഗ് സ്വകാര്യ ഏജൻസിക്ക് നൽകാനുള്ള നീക്കം പാളിയതാണ് ഇതിന് കാരണമെന്നാണ് ആക്ഷേപം. ഞങ്ങൾ കണ്ട മിക്ക KSRTC ബസ്സുകളിലും ഇങ്ങനെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും കുടിവെള്ളം സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സുകളിൽ സൗകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തണമെന്നാണ് ആവശ്യം. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊല്ലം. പൊതുജനം കഴുതയല്ല സാർ. യെസ്, അപ്പോ വെള്ളമൊക്കെ വെക്കാൻ സൗകര്യമുണ്ടായിട്ടും അലക്ഷ്യമായി കുപ്പികൾ ഇട്ടതാണ് അന്നൊരു പക്ഷേ മന്ത്രിയെ ചൊടിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴും മറ്റു ചോദ്യം അത് പ്രസക്തമാണ്. ഇത്ര വലിയ ദീർഘദൂര യാത്രയൊക്കെ ചെയ്യേണ്ടി വരുന്ന ബസ്സുകളിൽ ഇതുമാത്രം പോരെ സൗകര്യം, കൂടുതൽ അത്തരം സൗകര്യങ്ങൾ ഉണ്ടാവണം, ജീവനക്കാർക്ക് വേണം എന്ന ആവശ്യം കൂടി ഒരു ഭാഗത്തുനിന്നും ഉയരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.